എജുബിൾസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് PYQs ഒക്കെ മാത്സിലെ PYQs ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബാക്കി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളൊരു 11 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു സംഖ്യയുടെ പകുതിയുടെ മുക്കാൽ ഭാഗം 30,000 സംഖ്യ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം 12th ക്വസ്റ്റ്യൻ വായിക്കും. 4000 രൂപക്ക് 10% നിരക്കിൽ 3 മാസത്തേക്കുള്ള സാധാരണ പലിശ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്? നമുക്ക് സാധാരണ പലിശയാണ് ഇവിടെ കേട്ടോ, സാധാരണ പലിശ. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, പലിശൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പലിശ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയാണ്. ചിലപ്പോൾ ഇങ്ങനെ സാധാരണ പലിശ എന്ന് പറഞ്ഞ് കൊടുക്കില്ല, പലിശ എത്ര എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് കാണേണ്ടത്? സാധാരണ പലിശയാണ് കാണേണ്ടത്. കൂട്ടുപലിശൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? കൂട്ടുപലിശ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ പലിശയാണ് കാണേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. എന്തായിരുന്നു നമ്മുടെ സാധാരണ പലിശ കാണാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ? പയ്യന്നൂർ നമ്മൾ ഓർത്ത് വെക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലേ. അതായത് PNR പയ്യന്നൂർ ബൈ 100 കൂടി ഉണ്ട് കേട്ടോ. ഈ ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാലോ. ഇവിടെ P തന്നിട്ടുണ്ടോ? P എന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ മൂലധനം എത്രയാണ്? 4000 രൂപയാണ്. ഓക്കെ, ദെൻ N കിട്ടിയിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? N തന്നിട്ടുണ്ട്, പക്ഷെ 3 മാസത്തേക്ക് ആണ് കൊടുത്തത്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. സാധാരണ പലിശ നമ്മൾ എപ്പോഴും ഇയറിലോട്ടാക്കി എഴുതണം. അപ്പം ഇതിനെങ്ങനെ ഇയറിലാക്കുക? 3 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ 12 മാസം ഉണ്ട് അല്ലേ. അതിൽ ഒന്നാണ് എന്ത്? അതിൽ 3 മാസം. അപ്പോൾ 3/12 ഇങ്ങനെ നമ്മൾ എഴുതാം. ഓക്കെ, ദെൻ എന്താണ് പിന്നെ തന്നിട്ടുള്ളത്? റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് എത്രയാണ്? 10% ആണ് തന്നിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. I = PNR. P എത്രയാ? 4000 ഇൻറ്റു N എത്രയാ? N. ഓക്കെ, N 3/12 അല്ലേ, 12. ദെൻ ഇൻറ്റു ഇവിടെ വേറെ ആളുണ്ട്, എന്താണ്? 10 PNR 10. പിന്നെ ഇവിടെ 100 ഇൻറ്റു 100 ഉണ്ട്. ഈ 100 ആണ്, ഈ 100 ഉണ്ട്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 12ഉം 3യും കട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. 4 3s are 12 അല്ലേ. അത് കട്ട് ചെയ്തു. ദെൻ നമുക്ക് 4ഉം 4000ഉം കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യാം അല്ലേ. എത്ര? 4000 ഈ 4ഉം ഇതും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1000 താഴത്തും ഒന്നുമില്ല, 4 എല്ലാം പോയി അല്ലേ. ഇനി ഈ 100ൻ്റെ 2 ഇത് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ഒരു 0 ഇവിടെയുണ്ട്, ഒരു 0 ഇവിടെയുണ്ട്. 100 അല്ലേ, 100 രൂപ. അപ്പം നമുക്ക് എന്താണ്? ഇതാ നമ്മുടെ ആൻസർ ഇവിടെ 100 രൂപ. ഓക്കെ, ഓപ്ഷൻ D ആണ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇക്വേഷനിൽ PNR/100 കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ 3 മാസം എന്നുള്ളത് നമ്മൾ വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് 3/12. ദെൻ നമ്മൾ സാധാ സിംപ്ലിഫിക്കേഷൻ. ഒന്നും കൂടി ഞാൻ സിംപ്ലിഫിക്കേഷൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, എത്രയായിരുന്നു? I = PNR അല്ലേ. P എത്രയാ? P 4000 ഇൻറ്റു N എത്രയാ? 3/12 അല്ലെ. ഇവിടെ ഇങ്ങനെ എഴുതി ഞാൻ 3/12 ഇൻറ്റു 6 10. ഇനി ഒരു 100 കൂടി ഇല്ലേ. അപ്പോൾ താഴെ ഞാൻ വലിയൊരു വര വരച്ച് ആ 100 ഇനി അവിടെ എഴുതി. ഓക്കെ, ഇതിങ്ങനെ എഴുതാം. ദെൻ ഇത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തു. ഓക്കെ, ഇതും കട്ട് ചെയ്തു. ഇവിടെ 4 വന്നു അല്ലേ. ഇവിടെ 1, അപ്പോൾ 10. ഇവിടെ ഒരു 0, ഇവിടെ 10 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. 10 × 10 100. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സിമ്പിളാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇയറിലോട്ട് നമ്മുടെ ഈ 3 മാസം എന്നുള്ളത് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം? ആകെ 12 മാസമാണല്ലോ അല്ലേ. അതിൽ 3 മാസം. ആ രീതിയിൽ നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യാം. ഇത് എത്രയാ? 1/4 അല്ലേ. ആ 1/4 എന്ന് എഴുതാം കേട്ടോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ y = x/2/3 + 3x/2x - 1 എന്ന സമവാക്യത്തിൽ x = -1 ആയാൽ y യുടെ വില എന്താണ്? ഇതിൻ്റെ ഇക്വേഷൻ y =
x minus 2 by 3 plus 3x minus 2x minus 1 the value of y when x is equal to minus 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇവിടെ ചോദിച്ചത്? x minus 1, എക്സിൻ്റെ വാല്യൂ നമ്മൾ എക്സ് എവിടെ കിടക്കുന്നോ ഈ ഇക്വേഷനിൽ അവിടെയൊക്കെ നമ്മൾ -1 കൊടുക്കുക, എന്നിട്ട് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഒന്നുമില്ല, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതുന്ന കാണുമ്പോൾ നമുക്ക് വലിയ എന്തോ സംഭവം തോന്നും, പക്ഷെ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ കണ്ടേ? y is equal to x/2 by 3 plus 3x by 2x minus 1. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനം എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി -1, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ -1 കൊടുക്കുക, അതുപോലെ ഇവിടെ -1 കൊടുക്കുക, ഇവിടെ -1 കൊടുക്കുക. അപ്പം എന്താണ് വൈക്ക് വാല്യൂ കിട്ടുക എന്നാണ് ചോദിച്ചത്. നമ്മൾ ചെയ്ത് നോക്കാം. അപ്പം എക്സിന് നമ്മൾ ഇവിടെ എക്സ് ആണ്, അപ്പോൾ അവിടെ -1 കൊടുക്കണം അല്ലേ. -1 -2 by 3 പ്ലസ് ഇനി 3 ഇൻറ്റു എന്ത് വന്നു? വീണ്ടും എക്സ് വന്നു. എക്സിന് അവിടെ നമ്മൾ 3 ഇൻറ്റു -1 ആണ് കൊടുക്കേണ്ടത് അല്ലേ. 3 ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 2x 2 ഇൻറ്റു -1 അല്ലേ, -1. ഓക്കെ, നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ -1 -2 അല്ലേ, ഇങ്ങനെയാണ് വരിക. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയല്ലേ വരിക? -1 -2. -1 -2 എത്രയാണ്? രണ്ട് നമ്പറും നെഗറ്റീവാണ് അല്ലേ. അപ്പം അത് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 1 + 2 3 ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഇടുമ്പോൾ -3. അപ്പോൾ നമുക്കിവിടെ -3 കിട്ടി. ദെൻ ബൈ അടിയിൽ അതന്നെ /3 തന്നെ. ദെൻ പ്ലസ് അടുത്ത് നോക്കിയേ, 3 ഇൻറ്റു -1 എത്രയാ? -3. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഓക്കെ മൾട്ടിപ്ലിക്കേഷന് അതായത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി തരാം. ഇതറിയാത്തവർക്കാണ്, അറിയുന്നവർക്ക് പ്രശ്നമില്ല, ഡയറക്റ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണെങ്കിൽ അപ്പം ഒരു നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ വരിക? അത് പോസിറ്റീവായിരിക്കും അല്ലേ. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ വരിക? അതും പോസിറ്റീവായിരിക്കും. ഇനി ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നാൽ എന്തായിരിക്കും? ഓൾവേസ് നെഗറ്റീവായിരിക്കും. അപ്പം ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. അപ്പം നമുക്ക് എഴുതാം അല്ലേ. അപ്പം 3 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ അത് -1 വരും, -3 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -1 നേരത്തെ പറഞ്ഞ പോലെ തന്നെ -2 -1 അല്ലേ. -2 -1 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ദെൻ നമുക്ക് നോക്കാം. -3/3 എത്രയാ? -3/3 എത്രയാ? ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലിക്കേഷൻ അതേ കേസ് തന്നെയാണ്. അതായത് എന്താണ്? ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ നമ്മുടെ റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -3/3 എത്ര? 3/3 1 ആണ്. അപ്പോൾ ഇവിടെ -1 വന്നുകൊണ്ട് -1 പ്ലസ് ദെൻ ഇവിടെ -3 ഉണ്ട്. -2 -1 എത്രയാ? അഗെയിൻ -3 അല്ലേ. അപ്പോൾ ഇവിടെയും -3 ആണ് കിട്ടുക. അപ്പം -3/3 എത്രയാ? 1 ആയിരിക്കും കിട്ടുക. അവിടെ രണ്ടും മൈനസിൻ്റെ സൈനാണ് വരിക. അപ്പോൾ എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. അപ്പം -1 + 1 എത്രയാ? 0 ആണ്. നമുക്ക് ആൻസർ 0 കിട്ടി. ഓപ്ഷൻ എ. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ y is equal to x minus 2/3 plus 3x by 2x minus 1 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്സിന് -1 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? y is equal to -1 -2/3 പ്ലസ് 3 ഇൻറ്റു -1/2 ഇൻറ്റു -1 -1 അല്ലേ. -1 -2 പറഞ്ഞാൽ -3 കിട്ടും. താഴെ 3 പ്ലസ് 3 ഇൻറ്റു -1 -3 2 ഇൻറ്റു -1 -2 -1 അല്ലേ. അതും -3 കിട്ടും. then ഇത് എത്ര കിട്ടും? -3/3 -1 കിട്ടും. ആൻഡ് -3/3 = 1 കിട്ടും അല്ലേ. അത് 1 വരെ കാരണം സെയിം സൈനാണ് അല്ലേ. = 0.
ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14 യെസ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 6x - 1 എന്നത് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഏത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ എക്സും അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആയി പോകും അല്ലേ? അപ്പം നമുക്ക് ഒരു ഒറ്റ സംഖ്യ അല്ലേ, ഒരു ഓഡ് നമ്പർ. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 1, 3, 5, 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ 6x - 1 എന്ന് പറഞ്ഞത് ഒരൊറ്റ സംഖ്യ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണ്. ഒറ്റ സംഖ്യ ആണ് എങ്കിൽ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ഏതെന്നാ. അപ്പോൾ ഒരു ഒറ്റ സംഖ്യയിൽ നിന്ന് അടുത്ത ഒറ്റ സംഖ്യയിലേക്ക് എത്ര ദൂരമുണ്ട്? അതായത് 1 - 3 എത്ര ദൂരമുണ്ട്? 2 അല്ലേ? 3 - 5 അടുത്തതിലേക്ക് 2 അല്ലേ? 5 - 7 7 - 5 2 അല്ലേ? 2 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒറ്റ സംഖ്യകൾ എഴുതുന്നത്. അപ്പം 6x - 1 1 അടുത്ത 2 ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുക, അടുത്ത ഒറ്റ സംഖ്യ കിട്ടുക. അതുപോലെ 6x - 1 കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? അടുത്ത ഒറ്റ സംഖ്യ, നെക്സ്റ്റ് ഒറ്റ സംഖ്യ കിട്ടുക അല്ലെങ്കിൽ ഓഡ് നമ്പർ കിട്ടുക. ഓക്കെ, അപ്പോൾ എന്ത് വരും നോക്കാം? 6x - 1 + 2 അല്ലേ? 6x - 1 + 2 -1 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6x - 1 + 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 - 1 എത്രയാ? +1 അല്ലേ? അപ്പോൾ 3x + 1 കിട്ടും. ഈ 2ഉം ഈ -1ഉം അതായത് നമ്മൾ ഇങ്ങനെ എഴുതാം സെയിം സാധനമാണ്. 1 അല്ലേ കിട്ടുക? അപ്പോൾ 6x + 1 ആണ് അവിടെ കിട്ടുക. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? നമ്മൾ ആൻസർ എന്താ കിട്ടുക? 6x + 1. ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ ബി, കണ്ടോ? 6x + 1. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഒറ്റ സംഖ്യയിൽ നിന്ന് അടുത്ത ഒറ്റ സംഖ്യയിൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 6x - 1 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒറ്റ സംഖ്യ കിട്ടും അല്ലേ? ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6x + 1 കിട്ടും. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ. ഓക്കെ, ഇതുപോലെ ഇരട്ടസംഖ്യൻ്റെ ഒക്കെ വരും. അപ്പം ഈ ഒരു ലോജിക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നമുക്ക് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അതായത് 2 ആഡ് ചെയ്തിട്ടാണ് എഴുതുക. ഇനി 1 ഇനി ഇരട്ടസംഖ്യ ആണെങ്കിൽ 2, 4, 6 അല്ലേ? അതും 2 ആഡ് ചെയ്തിട്ടാണ് കിട്ടുക അല്ലേ? ഇനി നമ്മൾ ചോദിക്കും 1 കഴിഞ്ഞ് 2 ഒരു ഒറ്റസംഖ്യ കഴിഞ്ഞ് രണ്ടാമത്തെ ഒറ്റസംഖ്യ അങ്ങനെ വരുമ്പോൾ നമുക്ക് 4 ആഡ് ചെയ്യണ്ടേ അല്ലേ? അപ്പം നമ്മളവിടെ 4 ഈ 2 ഒറ്റസംഖ്യ കഴിഞ്ഞിട്ടാണെങ്കിൽ 4 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ബി 6x + 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം തോന്നുന്നു. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, ഇതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ 3.725 + 2.125 square minus 3.725 minus 2.125 square divided by 3.725 into 2.125 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം ഓപ്ഷൻ എ 1 ആണ്, ഓപ്ഷൻ ബി 2 ആണ്, ഓപ്ഷൻ സി 3 ആണ്, ഓപ്ഷൻ ഡി 4 ആണ്. ഇത് നമ്മൾ ഗുണിച്ച് അതിൻ്റെ സ്ക്വയർ കണ്ട് പ്ലസ് ചെയ്ത് അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കാണാനുള്ളൊരു ക്വസ്റ്റ്യനേ അല്ല അല്ലേ? ഇതിന് എന്തോ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ സമവാക്യങ്ങളൊക്കെ പഠിച്ചിട്ട് കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അവിടുത്തെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണിത് അല്ലേ? അപ്പം അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആദ്യം വേണ്ടത്. ഇതെല്ലാം കൂട്ടി കുറച്ച് ഗുണിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നാളെ ആവും. അപ്പം നമ്മൾ അത് വെച്ചിട്ട് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഏതിലാണെന്ന് നമ്മൾക്ക് വേഗം കണക്റ്റ് ആവണം. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അങ്ങനെ കണക്റ്റ് ആവാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ 3.725 പ്ലസ് അതായത് 3.75 ഞാൻ AX എന്ന് കൊടുത്തു അല്ലെങ്കിൽ A എന്ന് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, 2.125 B എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതായത് AB അല്ലേ വരുന്നത്, താഴെ AB ആണ് വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതാം നമുക്ക് A + B അല്ലേ ഹോൾ സ്ക്വയർ മൈനസ് A - B ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A + B അല്ല A ഇൻറ്റു ബി. ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? നമുക്കിങ്ങനെ കൺവേർട്ട് ചെയ്തൂടെ?
ഇതിനെ അതായത് 3.725 നമ്മൾ എയും കൊടുത്തു, 2.125 ബിയും കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം. ഇനി ഈ റിസൾട്ട് നമ്മൾ എവിടെയെങ്കിലും ഇത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് a + b all square മൈനസ് നമ്മുടെ രണ്ട് ഇക്വേഷനിലെ a + b all square = a² + 2ab + b² a - b all square = a² - 2ab + b² കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത് അല്ലേ? അപ്പോൾ അവിടെ എന്തായിരുന്നു ഫൈനൽ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്? a - b all square = എന്താണ് വരിക? 4ab എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? 4 × ab എന്നാണ്. ഇത് നമ്മുടെ റിസൾട്ടാണ്. ഇത് പഠിച്ചു വെക്കുക. ഇത് വെച്ച് സിമ്പിളായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം a + b all square - a - b all square = 4ab. ഇത്ര തന്നെ. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ എ ആയിട്ട് ആരാ എടുക്കുക? എ ആയിട്ട് 3.725 ആണ് അല്ലേ? ബി ആയിട്ട് ആരാണുള്ളത്? 2.125 ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 4 × ab. ഇതിൻ്റെ ഈ 3.725 + 2.125 all square minus 3 × 725 minus 2.125 all square = എന്ത് കിട്ടും? 4 × 3.725 × 2.125 എന്നായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ, അതായത് നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? 3.725 + 2.125 all square minus 3.725 minus 2.125 all square divided by 3 × 725 × 2 × 125 അല്ലേ? ഇതായിരുന്നു. ഇപ്പോൾ ഈ മുകളിലുള്ള ആളെ നമുക്ക് എങ്ങനെ ഇതാ? 4 × ab. a എന്തായിരുന്നു? 3 × 725 അല്ലേ? ആൻഡ് ബി എന്തായിരുന്നു? 2.125. ഇങ്ങനെ എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ 3 × 725. താഴെയുള്ള ആൾ അതേപോലെ തന്നെ എടുത്തെഴുതാണ് ചെയ്തത് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അതിനെ അതുപോലെ എടുത്തെഴുതാണ് ചെയ്തത്. ദെൻ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും സെയിം ആളാണല്ലേ? അത് നമ്മൾ കട്ട് ചെയ്ത് പോയി. ഓക്കെ, ആ പോയിന്റും ശല്യങ്ങളെല്ലാം പോയി അല്ലേ? പോയിന്റും ഇൻറ്റും മൾട്ടിപ്ലിക്കേഷനൊക്കെയുള്ള സാധനങ്ങളൊക്കെ പോയി. ഇനി ബാക്കി ആരാളുള്ളത്? 4 മാത്രമാണുള്ളത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഇവിടെ ഡി ഉണ്ട് കേട്ടോ, ഡി 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം സിമ്പിളാണല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ തരുമ്പോൾ തന്നെ ആദ്യം തന്നെ വിചാരിക്കുക ഇത് നമ്മൾ മൾട്ടിപ്ലൈ ഇരുന്ന് ചെയ്യാനുള്ളതല്ല, ഈ ഇക്വേഷൻസ് വെച്ച് ചെയ്യാനുള്ളതാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക അല്ലേ? അതിൻ്റെ ഇക്വേഷൻസ് നമ്മളിങ്ങനെ ചെയ്യും, പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് മാത്രം കാര്യമല്ല, പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് ആൻസർ കിട്ടും. 4 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. 2.39 all square minus 1.61 all square divided by 2.39 minus 1.61 തുല്യമായത് ഏതാണ്? അതാണ് ചോദിച്ചത്. അതായത് ഈ ഈക്വൽ ടു എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എഴുതാം 2.39 all square അല്ലേ? 1.61 all square 2.39 minus 1.61. ഇതും നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് നമ്മൾ ഇത് സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് മൈനസ് ചെയ്ത് ചെയ്യാനുള്ളതല്ല, നമ്മുടെ ഏതെങ്കിലും ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാനുള്ളതാണ് അല്ലേ? അപ്പോൾ ഇത് ഇവിടെ ഏത് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമുക്കറിയാം a² - b² എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? അതെന്താണ്? a + b × a - b ആണ് അല്ലേ? അപ്പോൾ ഈ കേസ് നോക്കൂ, ഇവിടെ അതേപോലെ അല്ലേ കിടക്കുന്നത്? a + b × a - b അങ്ങനെയാണോ കിടക്കുന്നത്?
അല്ലേ? നമുക്ക് ഇതിനെ സ്ക്വയർ ഇതിനെ എ പ്ലസ് ബി എ മൈനസ് ബി എന്നുള്ള രൂപത്തിലേക്ക് എഴുതാൻ പറ്റൂലേ? പറ്റും അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ എഴുതി നോക്കാം. ഇവിടെ എ എന്ന് പറഞ്ഞത് എന്താക്കി എടുക്കുക? 2.39 ആക്കി എടുക്കുക. ബി എന്നുള്ളത് എന്തെടുക്കുക? 1.61 എടുക്കുക. അപ്പം നമുക്ക് എഴുതി നോക്കാം. ഇസ് ഈക്വൽ ടു 2.39 എ അല്ലേ? 2.39 എ പ്ലസ് ബി അറിയോ? പ്ലസ് 1.61 അതുപോലെ എഴുതി. ഇനി മൈനസ് ചെയ്ത് എഴുതുക. 2.39 മൈനസ് 1.61 അല്ലേ? ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? 3.39 മൈനസ് 1.61 ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇയാളെയും കട്ട് ചെയ്യാം. സെയിം അല്ലേ? നമ്മൾ മൈനസ് ചെയ്യാനൊന്നും ഇരിക്കണ്ട, കട്ട് ചെയ്യാം. ദെൻ ബാക്കി ആരാ? ബാക്കിയുള്ളത് 2.39 പ്ലസ് 1.61 ആണ് എന്ത് ബാക്കിയുള്ളത്. അവിടെ നമ്മൾ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 2.39 പ്ലസ് 1.61 4 അല്ലേ? നമുക്ക് 4 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. ഐഡൻറ്റിറ്റി ഓർത്തിരിക്കുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാനും ഇലാബറേറ്റ് ചെയ്ത് എഴുതാനൊക്കെ പഠിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അതാണ് 31th ക്വസ്റ്റ്യന്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 2⁸ പകുതി എത്ര? നമ്മൾ PYQ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചത്? 2⁸ പകുതി എത്രയാണ്? പെട്ട നോട്ടത്തിൽ നമുക്ക് 2⁴ എന്നൊക്കെ എഴുതാൻ തോന്നും കേട്ടോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. 2⁸ പകുതി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ 4ൻ്റെ പകുതി എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 4/2 അല്ലേ? 10ൻ്റെ പകുതി എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 10/2 ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുക? അതുപോലെ 2/8 പകുതി എത്ര ചോദിക്കുമ്പോൾ നമ്മൾ എത്രയാ പറയാ? നമുക്കറിയാം 2/8 പകുതി എത്രയാ? 2/8/2. ഓക്കെ, 8/2 ആണ് നമുക്ക് പകുതിയായിട്ട് എഴുതാം. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 2⁸/2⁴ എന്ന് എഴുതി കൂടെ അല്ലേ? ഇനി ഈ 2നെ നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പം എന്താവും? ഇങ്ങനെ ആവും അല്ലേ? 2⁸ താഴെയുള്ള പവർ മുകളിലെത്തുമ്പോൾ മൈനസ് ആവും അല്ലേ? 2 × -1 ആവും അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 7 എന്ന് എഴുതാം അല്ലേ? 8 - 1 7 എഴുതാം. അപ്പം ഇങ്ങനെയൊന്നും അറിയാത്തവർ ഒരു കാര്യം ആലോചിക്കുക. ഈ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ പവർ എന്ത്? ഇപ്പം പവർ n ആണെങ്കിൽ അതൊന്ന് 1 കുറച്ചതായിരിക്കും അതിൻ്റെ എന്ത് ആൻസറായിട്ട് വരിക. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? 2⁸ പകുതി. അതിൻ്റെ പവർ എത്രയാണ്? 8 ആണ് അല്ലേ? പവർ 8 ആണ്. 8ൻ്റെ 1 കുറച്ചാൽ എത്രയാ? 7 ആണ്. അപ്പം 2⁸ ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, സിമ്പിളായിട്ടാണ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്.